ലോകത്തിലെ നിവാസികൾ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, അസുരന്മാർ അല്ലെങ്കിൽ നാസ്തികർ, ഗുഹ്യവാൻ യക്ഷന്മാർ അല്ലെങ്കിൽ യക്ഷലോകത്തിലെ വാസികൾ, കിന്നരന്മാർ, അപ്സരസുകൾ, നാഗലോകത്തിലെ ഉരക നിവാസികൾ, സർപ്പങ്ങൾ, സർപ്പലോകത്തിൽ അധിവസിക്കുന്നവർ, കിംപുരുഷ ലോകത്തിലെ വാനര വഴിവുള്ള നിവാസികൾ, ലോകനിവാസികൾ, മാതൃലോകത്തിലെ നിവാസികൾ, രക്ഷസുകൾ, അസുരലോകത്തിൽ അധിവസിക്കുന്നവർ, പിശാചുക്കൾ, മാത്രമല്ല പ്രേതങ്ങൾ, ഭൂതങ്ങൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ, വിനായകൻ, കുട്ടിച്ചാത്തന്മാർ, കൂഷ്മാണ്ഡങ്ങൾ അതായത് പിശാചുക്കൾ, ഭ്രാന്തന്മാർ, വേതാളങ്ങൾ, ധാതുധാനാൻ ഒരു പ്രത്യേകതരം രക്ഷസ് അല്ലെങ്കിൽ ദുർദേവത, ഗ്രഹാൻ നല്ലതും ചീത്തയുമായ ഗ്രഹങ്ങൾ, മാത്രമല്ല ഖഗാൻ പക്ഷികൾ, വന്യമൃഗങ്ങൾ, പശൂൻ വളർത്തു മൃഗങ്ങൾ, വൃക്ഷാൻ ഭൂതപ്രേത പിശാചുക്കൾ, ഗിരീൻ പർവ്വതങ്ങൾ, അല്ലയോ മഹാരാജാവേ, അല്ലയോ രാജാവേ, സരീസൃപാൻ ഉരഗങ്ങൾ, ദ്വിവിധ ചരാചരങ്ങൾ, ചതുർവിധ ജീവപിണ്ഡങ്ങൾ, മുട്ടകൾ, വിയർപ്പ്, ബീജങ്ങൾ എന്നിവയിൽ നിന്നും ജനിക്കുന്ന ജീവസത്തകൾ, മറ്റുള്ളവ, അന്യേ എല്ലാം, ജലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ലയോ രാജാവേ, എല്ലാ ജീവസത്തകളും അവരവരുടെ പൂർവകർമ്മങ്ങൾ ഫലങ്ങൾ അനുസരിച്ച് പരമോന്നത ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എന്നിൽ നിന്നും അറിയുക. ബ്രഹ്മാവും ദക്ഷനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ പുത്രന്മാരും, വൈവസ്വത മനുവിനെ പോലെയുള്ള നിയതകാലിക നായകന്മാരും, ഇന്ദ്രനെയും ചന്ദ്രനെയും വരുണനെയും പോലെയുള്ള ദേവന്മാരും, ഭൃഗുവിനെയും വ്യാസനെയും വശിഷ്ഠനെയും പോലെയുള്ള മഹാഋഷികളും, പൃഥ്വിലോകത്തിലെ സിദ്ധാന്ത ലോകത്തിലെയും നിവാസികളും, ചാരണന്മാരും, ഗന്ധർവന്മാരും, വിദ്യാധരന്മാരും, അസുരന്മാരും, യക്ഷന്മാരും, കിന്നരന്മാരും, അപ്സരസ്സുകളും, ദേവതരും, നാഗരും, സർപ്പങ്ങളും, വാനര രൂപത്തിലുള്ള കിംപുരുഷന്മാരും, മാനവരും, മാതൃലോകവാസികളും, രാക്ഷസന്മാരും, രക്ഷസുകളും, ഭൂതപ്രേത പിശാചുകളും, ദുരാത്മാക്കളും, ദുർദേവതമാരും, ഭ്രാന്തന്മാരും, നല്ലതും ചീത്തയുമായ ഗ്രഹങ്ങളും, നക്ഷത്രങ്ങളും, കുട്ടിച്ചാത്തന്മാരും, വേതാളങ്ങളും, പിശാചുക്കളും, വന്യമൃഗങ്ങളും, പക്ഷികളും, വീട്ടുമൃഗങ്ങളും, ഉരകങ്ങളും, പർവ്വതങ്ങളും, സർവചരാചരങ്ങളും, ഭ്രൂണങ്ങളിൽ നിന്നും, മുട്ടകളിൽ നിന്നും, വിയർപ്പിൽ നിന്നും, ബീജങ്ങളിൽ നിന്നും ജനിക്കുന്ന ജീവസത്തകളും മറ്റുള്ളവയും, അവ ജലത്തിലോ കരയിലോ ആകാശത്തിലോ ആയിരുന്നെങ്കിലും സന്തോഷത്തിലോ സന്താപത്തിലോ അല്ലെങ്കിൽ സന്തോഷവും സന്താപവും കൂടിക്കലർന്നോ ആയിരുന്നാലും അവയെല്ലാം അവയുടെ പൂർവകർമ്മങ്ങൾക്കനുസരിച്ച് പരമദിവ്യോത്തമ പുരുഷനാൽ സൃഷ്ടിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. അത്യന്തം നിമ്നഗ്രഹം വരെയുള്ള ലോകങ്ങളിലുള്ള വൈവിധ്യമാർന്ന ജീവസത്തകളിൽ ഒന്നിനെ പോലും ഒഴിവാക്കാതെ സർവവും ഈ പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്നു. വ്യത്യസ്ത ജീവവർഗങ്ങളിലുള്ള അവയെല്ലാം സർവശക്തനായ പിതാവ് വിഷ്ണുവിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ പരമദിവ്യോത്തമ പുരുഷനിൽ ദക്ഷനെയും മറ്റുള്ളവരെയും പോലുള്ളവർ, മനൻ, വൈവസ്തത, മനുവിനെ പോലുള്ള നിയതകാലിക നായകന്മാർ, ദേവാൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ എന്നിവരെ പോലുള്ള ദേവന്മാർ, ഋഷി, ഭൃഗു, വസിഷ്ഠൻ എന്നിവരെ പദങ്ങളുടെ അർത്ഥം കൊടുത്തിരിക്കുന്നതിലും
ഗ്രഹാനപി എന്നാണ്. അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം ഗ്രഹാനപി എന്നാണ്. അപ്പൊ ഇവിടെ സൃഷ്ടിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള സൃഷ്ടികൾ, 9 തരത്തിലുള്ള സൃഷ്ടിയെ കുറിച്ച് നമുക്ക് മൂന്നാമത്തെ കാൻറ്റോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ വിവിധ തരത്തിലുള്ള പ്രജാപതി, മനു, ദേവഗണങ്ങള്, ഋഷികള്, പിതൃക്കള്, അങ്ങനെ സിദ്ധ, ചാരണ, ഗന്ധർവ, ഓരോ തരത്തിലുള്ള ഇതിന്റെയും സൃഷ്ടിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഭാവാർത്ഥത്തില് ശ്ലോകം കൊടുത്തിട്ടുണ്ട് 14.4 സർവയോനിഷു കൗന്ദേയ മുക്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജ പ്രദാപിത. ഭഗവാനാണ് എല്ലാറ്റിന്റെയും ബീജദാതാവ് എന്നുള്ളത്. അപ്പൊ ഈ എല്ലാ തരത്തിലും എന്ന് പറയുമ്പോഴേ നമുക്ക് 4 തരത്തിലുള്ള ജന്മങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് 4th കാൻറ്റോയില് 24-ാമത്തെ അധ്യായത്തില് 64-ാമത്തെ ശ്ലോകം ഞാനൊന്ന് എടുത്തോട്ടെ. 64-ാമത്തെ ശ്ലോകത്തിൽ 4 തരത്തിലുള്ള ഒരു അതിന്റെ ഭാവാർത്ഥത്തിൽ നോക്കിയാലോ, 4th കാൻറ്റോ നോക്കിക്കഴിഞ്ഞാൽ പേജ് നമ്പർ 464 464 അതിൽ പറയുന്നുണ്ട് ഈ ശ്ലോകത്തില് ചതുർവിധം. അവിടെ 64-ാമത്തെ ശ്ലോകത്തിൽ ചതുർവിധമാണെന്ന് പറയുന്നുണ്ട്. അതിൽ 4 തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഭൗതിക ലോകത്തിലെ ജീവജാലങ്ങൾ 4 വിധത്തിലാണ് ജനിക്കുന്നത്. ജനനത്തിന്റെ ഇതാണ് 4 തരം പറയുന്നത്. ചിലത് ഭ്രൂണത്തിലൂടെയും, അതായത് മനുഷ്യരെല്ലാം ജനിക്കുന്ന എങ്ങനെ ഭ്രൂണത്തിലൂടെ, ഇല്ലേ ബെഡ്ബഗ്, നമ്മുടെ മൂട്ടയൊക്കെ വരുന്നത് ശ്വേതജ ആണ് വരുന്നത്. ഇനി വൃക്ഷങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാ, വിത്തിട്ട് മുളപ്പിക്കും അല്ലെ, പോലുള്ളത് വിത്തിലൂടെ വരുന്നത് ഉദ്ഭിജ എന്ന് പറയും. അപ്പോ ഈ 4 തരത്തിലാണ് ജനനം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഭാഗവതത്തില് 4-ാമത്തെ കാൻറ്റോയില് 24-ാമത്തെ അധ്യായം 64-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇനി ഇവിടെ ഓരോരുത്തരുടെയും അതപ്പോ കുറെ കൂടി പഴയ ആ ഒരു മുന്നേ ഉള്ള പ്രോസസ്സിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടെ ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. സർവയോനീഷു കൗന്ദേയ അല്ലെ, നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ആരാണ്? ഭഗവാനാണ്. അഹം ബീജ പ്രദാപിത. അവയുടെ ബീജപ്രദാതാവായ പിതാവും ഭഗവാൻ തന്നെയാണ്. എന്താണ് കാരണം? ആ പ്രധാനയില് ഭഗവാന്റെ കടാക്ഷം, പിന്നെ മഹത്തത്വത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല തരത്തിലുള്ള ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, മനസ്സ്, മിഥ്യാഹങ്കാരം, ബുദ്ധി, ഇതിനെ കുറിച്ചെല്ലാം അതെല്ലാം ഉദ്ഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ പ്രകൃതിയിലേക്ക് ഭഗവാന്റെ കടാക്ഷം വന്നതിന് ശേഷമാണ് ഇതിന്റെ എല്ലാം ഉത്പത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ 3-ാമത്തെ കാൻറ്റോയില് നോക്കിക്കഴിഞ്ഞാല് 9 തരത്തിലാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് ശ്ലോകം ഞാൻ പറഞ്ഞു തരാം. 3-ാമത്തെ കാൻറ്റോയില് 2 പുസ്തകമുണ്ട്. 4-ാമത്തെ കാൻറ്റോയിൽ 2 പുസ്തകമുണ്ട്. 3-ാമത്തെ കാൻറ്റോയില് 1-ാമത്തെ ഭാഗം 10-ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞാല് 14 ഗുണത്തിന്റെ ഇടപെടൽ മൂലം സംഭവിക്കുന്ന സ്വാഭാവികമായ സൃഷ്ടിക്ക് പുറമെ 9 വിവിധ രീതികളിലുള്ള സൃഷ്ടികളുണ്ട്. അപ്പോ ശാശ്വതമായ കാലം, ഭൗതിക ഘടകങ്ങള്, കർമ്മഗുണത്താല് ഇതൊക്കെ കാരണമാണ് ഓരോന്നും സംഭവിക്കുന്നത്. ഇതൊക്കെ കാരണം സംഹാരം, സ്ഥിതിയും സംഹാരവും ഒക്കെയും സംഭവിക്കുന്നു. ഇത് ഇനിയും നമ്മൾ കുറച്ചുകൂടി ഗഹനമായിട്ട് 3-ാമത്തെ കാൻറ്റോയില് പഠിച്ചു തുടങ്ങണം. ഇപ്പൊ ഞാൻ പറയുന്നത് 10-ാമത്തെ അധ്യായമാണ്. അപ്പൊ തുടക്കം മുതൽ പഠിക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൂടിയൊക്കെ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിൽ 9 സൃഷ്ടികളിൽ പറയുന്നതിൽ 1-ാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനയിൽ നിന്ന് എന്ത് വരുന്നു? മഹത്തത്വം വരുന്നു അല്ലെ. പിന്നെ 2-ാമത്തെ സൃഷ്ടി എന്ന് പറയുന്നത് മിഥ്യാഹങ്കാരം. 2-ാമത്തേത് അതിൽ നിന്ന്, ഈ മഹത്തത്വത്തിൽ നിന്ന് എന്ത് വരുന്നു? മിഥ്യാഹങ്കാരം വരുന്നുണ്ട്. മിഥ്യാഹങ്കാരത്തിൽ നിന്ന് ഭൗതിക ഘടകങ്ങള്, ജ്ഞാനം, പ്രവർത്തനങ്ങള് ഇതെല്ലാം ഉദ്ഭവിക്കുന്നു. 3-ാം ഘട്ടം വരുമ്പോഴ് ഇന്ദ്രിയ അവബോധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. 3-ാം ഘട്ടത്തില് ഇന്ദ്രിയ അവബോധങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള് ഇതിന്റെ എല്ലാം
അപ്പോ അതില് അടുത്തത് എന്ന് പറയുന്നത് അറിവിന്റെയും പ്രവർത്തനശേഷിയുടെയും സൃഷ്ടിയാണ് നാലാമത്തേത്. എന്ന് വെച്ചാൽ സെൻസ് ഓബ്ജക്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു കണ്ണുകൾ എന്ന് പറയുമ്പോൾ അത് ഇന്ദ്രിയങ്ങളിൽ പെടുന്നു. അത് മൂന്നാം ഘട്ടത്തിൽ വരുന്നു. പക്ഷെ 4-ാം ഘട്ടം വരുമ്പോഴാണ് ആ കണ്ണിന്റെ കാഴ്ചശക്തിയെ കുറിച്ച്, അതാണ് അവിടെ അറിവിന്റെയും പ്രവർത്തനശേഷിയുടെയും സൃഷ്ടി എന്ന് പറയുന്നത്. അത് 4-ാമത്തേത് വരുന്നു. ഇനി 5-ാമത്തേത് എന്ന് പറഞ്ഞാല് നിയന്ത്രണമൂർത്തികൾ. ഭൗതിക നിയന്ത്രണമൂർത്തി എന്ന് പറയുമ്പോൾ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ സൃഷ്ടികർത്താക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. കാലുകൾക്ക് വിഷ്ണു, അങ്ങനെ ഓരോന്നിനെ പറ്റിയും. അത് 3-ാമത്തെ കാൻഡോയിലാണ് അതേക്കുറിച്ച് പറയുന്നതെങ്കിലും ഞാൻ അന്ന് റെഫറൻസ് എടുത്ത് പറഞ്ഞു തന്നിരുന്നു. ഓരോ അവയവങ്ങൾക്കും ഓരോരോ ദേവഗണങ്ങള് അതിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് ശ്ലോക വെച്ച് റെഫറൻസ് വെച്ച് പറഞ്ഞു തന്നിരുന്നു. പിന്നീട് എന്താണ് അടുത്ത വരുന്നത് 6-ാമത്തേതാണ് അല്ലെ. 5 പറഞ്ഞു. നിയന്ത്രണമൂർത്തികൾ, ദേവഗണങ്ങള് ഓരോരോ അവയവങ്ങളിൽ പ്രവേശിക്കുന്നത്. പിന്നീട് 6-ാമത്തേത് എന്ന് പറഞ്ഞാല് അജ്ഞതയുടെ അന്ധകാരം. അവിടെ ആ ഒരു യജമാനൻ വിഡ്ഢിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് പഠിക്കാം. അപ്പോ 6-ാമത്തേത് ഭഗവാന്റെ പ്രാകൃത സർഗ. അടുത്തത് 7-ാമത്തേത്. 7-ാമത്തെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ 7-ാമത്തെ തരത്തിലുള്ള സൃഷ്ടി എന്ന് പറഞ്ഞാല് 6 തരത്തിലാണ് 7-ാമത്തെ സൃഷ്ടി നടക്കുന്നത്. അതിലെന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളില്ലാത്ത ഫലവൃക്ഷങ്ങൾ, ചിലതൊക്കെ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ അതിൽ പൂ പോലും പിടിക്കത്തില്ല അല്ലെ. അപ്പൊ അതിനെയും ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 7-ാമത്തെ സൃഷ്ടിയിൽ വരുന്നു. അതിൽ 1-ാമത്തേത് 7-ാമത്തെ സൃഷ്ടിയുടെ 1-ാമത്തേന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളില്ലാത്ത ഫലവൃക്ഷങ്ങള്. പിന്നീട് എന്താണ് ഫലം പാകമാകുന്നത് വരെ നിലനിൽക്കുന്ന വൃക്ഷങ്ങളും ചെടികളും. പാകമായി കഴിഞ്ഞാൽ പിന്നീട് അത് ഉണ്ടാവില്ല. പിന്നെ വള്ളിച്ചെടികള്, തണ്ടുള്ള ചെടികള്, താങ്ങില്ലാത്ത വള്ളികള്, പുഷ്പങ്ങളും ഫലങ്ങളുമുള്ള വൃക്ഷങ്ങള്, ഇതൊക്കെ ഏതിൽ വരും? ഉദ്ഭിജാല് വരും അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു വൃക്ഷങ്ങളൊക്കെ വിത്തിൽ നിന്ന് മുളയ്ക്കുന്നവ, അതിലേക്ക് വരും ഈ 6-ാമത്തെ തരം. പിന്നീട് ഇതിൽ തന്നെ മുകളിലേക്ക് വളരുന്ന വൃക്ഷങ്ങളെന്നും പിന്നെ പടർന്നു വളരുന്നതെന്നും അങ്ങനെയെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്തത് 8-ാമത്തെ സൃഷ്ടി. 8-ാമത്തെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 28 എണ്ണത്തെ കുറിച്ചാണ് പറയുന്നത്. 8-ാമത്തെ സൃഷ്ടിയിൽ അത് താഴേക്കിടയിലുള്ള ജീവികളെന്നാണ് പറയുന്നത്. അതിന് മണത്തറിയാനായിട്ട് കഴിയും. പക്ഷെ അവർക്ക് ഓർമ്മശക്തി ഒന്നും നിൽക്കില്ല. ഇപ്പൊ നമുക്ക് മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ചാന്ന് 15:15 ഭഗവത്ഗീതയിൽ പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ ഇവർക്ക് ഓർത്ത് സ്മരിച്ചു വെക്കാനൊന്നും ഇവർക്ക് കഴിയില്ല. ഇപ്പൊ മൃഗങ്ങളെല്ലാവരും ഇതിൽ നമുക്ക് വിശദമായിട്ട് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പശു, ആട്, എരുമ, കൃഷ്ണമൃഗം, പന്നി, ഗവയമൃഗം, ഇങ്ങനെ ഓരോന്നിനെ പറ്റിയും അവിടെ കുതിര, ഇതൊക്കെ ഓരോരോ ഇതായിട്ട് നമുക്ക് ആ ശ്ലോകത്തിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ 8 എണ്ണം കഴിഞ്ഞു. ഇനി 9-ാമത്തെ ഏതാ വരുന്നത്? മനുഷ്യജീവികളുടേതാണ് 9-ാമത്തേത് വരുന്നത്. 9-ാമത്തേന്ന് പറഞ്ഞാൽ ഒരേ ജാതി മാത്രമുള്ളതും ഉദരത്തിൽ ആഹാരം ശേഖരിക്കുന്നവരുമായ മനുഷ്യജീവികളുടേതാണ് സൃഷ്ടിചക്രത്തിലെ 9-ാമത് സൃഷ്ടി. ഉദരത്തില് ആഹാരം ശേഖരിക്കാൻ കഴിയും അല്ലെ. എന്തൊക്കെയാണ് കൃഷ്ണ, എത്ര വിശദമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാല് അവസാനത്തെ ഈ 3 സൃഷ്ടികൾ. അപ്പൊ അവസാനത്തെ പറഞ്ഞാൽ ഏതൊക്കെയാ? 7, 8, 9 അല്ലെ. ഇനി 10-ാമത്തെ സൃഷ്ടിയൊക്കെ ഇവിടെ പിന്നീട് വേറെ പറയുന്നുണ്ട്. ഇനി ഇതേക്കുറിച്ച് വേറെ പറയുന്നുണ്ടെങ്കിലും ഇത് 28, 29 ശ്ലോകങ്ങളില് അടുത്ത കഴിഞ്ഞാല് ദേവന്മാരുടെ സൃഷ്ടി 8 വിധമുണ്ട്. നമ്മുടെ ഈ ഒരു ശ്ലോകം, നമ്മുടെ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് വരാം. അപ്പൊ ദേവന്മാരുടെ സൃഷ്ടി എത്ര എണ്ണമുണ്ട്? 8 വിധം. ഏതൊക്കെയാ? ദേവന്മാർ, പിതൃക്കൾ, അസുരന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, യക്ഷന്മാർ, രാക്ഷസന്മാർ, സിദ്ധചാരണ വിദ്യാധരന്മാർ, ഭൂതപ്രേത പിശാചുക്കൾ, അമാനുഷർ, ദേവഗായകർ തുടങ്ങിയവർ. അപ്പോ ഇവരെല്ലാവരും ബ്രഹ്മാവിനാല് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ ഇതേക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിൽ 2-ാമത്തെ കാൻഡോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3-ാമത്തെ കാൻഡോയില് അധ്യായം 10 എത്തുമ്പോഴേക്കും ഇതെല്ലാം മറന്നുപോകും. 2-ാമത്തെ കാൻഡോയുടെ ഒക്കെ എടുത്തത് 37-40 നിങ്ങൾ മറന്നുപോകും. ഞാനും മറന്നുപോകും ചിലപ്പോ. അതുകൊണ്ടാണ് ഇപ്പോ ഇതെടുത്തിട്ട് പറഞ്ഞു തന്നത്. ഇതില് ഈ വളരെ വിശദമായിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് ഇതേക്കുറിച്ചെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നിന്റെയും ഓരോ ജാതിയുടെയും കാര്യം പറഞ്ഞു. ഇതിന്റെ എല്ലാറ്റിന്റെയും സൃഷ്ടി നടത്തുന്നത് ആരാണ്? ഭഗവാന്റെ നിർദ്ദേശ അനുസരണം
ആര് നടത്തുന്നു? ബ്രഹ്മ നടത്തുന്നു. ഇതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഗുണങ്ങളെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഹരികൃഷ്ണ. രൂപഗോസ്വാമിയുടെ ഗ്രന്ഥമായ ഭക്തിരസാമൃത സിന്ധുവിൽ താൻ തന്നെ രചിച്ച വിവർത്തനമായ നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി ദിവസം തോറും പ്രഭാഷണം നടത്താനാണ് പ്രഭുപാദർ പരിപാടിയിട്ടിരുന്നത്. അദ്ദേഹം തന്റെ പാശ്ചാത്യ പര്യടനത്തിനിടയ്ക്ക് വൃന്ദാവനത്തിൽ നടക്കുന്ന കാർത്തിക മാസത്തിലെ ചടങ്ങുകളിൽ തന്നോടൊപ്പം പങ്കെടുക്കാൻ ഭക്തന്മാരെ ക്ഷണിച്ചിരുന്നു. അതനുസരിച്ച് അമേരിക്കയിലെയോ യൂറോപ്പിലും ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഏതാനും ഡസൻ ഭക്തന്മാർ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നിരുന്നു. തന്റെ വൃന്ദാവന പ്രോജക്റ്റ് നടപ്പാക്കുന്നതിൽ അദ്ദേഹം വളരെ തൽപരനായിരുന്നു. അതിനാൽ തിടുക്കത്തിൽ ബോംബെയിലേക്കു പോകാതെ അവിടുത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ തന്റെ മുഖശിഷ്യന്മാരിൽ ചിലരെ അയച്ചിട്ട് അദ്ദേഹം ആദ്യം ഇവിടേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ജനറലിനെ പോലെ അദ്ദേഹം ബോംബെയിലെ ിൽ താമസമാക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ യമുനയുടെ സമീപത്ത് മുമ്പേ ഭരത്പൂർ മഹാരാജാവിന്റെ കൊട്ടാരമായിരുന്നു ഒരു പഴയ കെട്ടിടത്തിൽ താമസിക്കുകയും ചെയ്തു. കമാലകൃഷ്ണ ഗോസ്വാമിയും ശ്യാമസുന്ദരനും കരന്തരനും ബോംബെയിലെത്തി. കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുണ്ടെന്ന വിവരം ഗിരിരാജൻ അവരെ അറിയിച്ചു. ഇസ്കോൺ ജുഹുവിലെ ആ സ്ഥലത്തിനു വേണ്ടി ഒരു വാങ്ങൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് കണ്ടപ്പോൾ ശ്രീയൻ രോഷാകുലനായി. ഗിരിരാജൻ അദ്ദേഹത്തിന്റെ അടുത്തുപോയി തൊഴുകയോടെ താണു വണങ്ങിയിട്ടും അദ്ദേഹം പ്രസാദിക്കുകയുണ്ടായില്ല. അയാൾ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കുകയും ഭക്തന്മാർ 6 മാസക്കാലത്തിനുള്ളിൽ കൈമണം എഴുതി വാങ്ങിയില്ല എന്ന കാരണം പറഞ്ഞ് വിൽപ്പന കരാർ റദ്ദാക്കുകയും ചെയ്തിരുന്നു. രൊക്കം നൽകപ്പെട്ട 2 ലക്ഷം രൂപ തനിക്ക് ഇസ്കോൺ സ്റ്റൈൽ മതിയുള്ളൂ. ജയോ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജന വല്ലഭ ഗിരിവരധാരി. ജയോ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജജന രഞ്ജന യശോദനന്ദന വ്രജജന രഞ്ജന യമുന തീര വനചാരി. ജയോ കുഞ്ച ബിഹാരി. ജയോ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കൃഷ്ണ പ്രഭു. ഭഗവതേ വാസുദേവായ. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം.
വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനുദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനുദാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപീശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേഷ്യ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രേ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലോ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠ ഫലദായകം. യദ്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിനാ തദ്ഫലം ലഭത്തെ സമ്യക് കലൗ കേശവ കീർത്തനാത്. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗകം സുഖശാസ്ത്ര കഥായാശ്ച ബലേന സമതാം നയേത്. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മ സംഹിതം ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥാ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. കഥാ ഭാഗവതസ്യാപി നിത്യം ഭഗവതി യത്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. യശ്ച ഭാഗവതം ശാസ്ത്രം വാചേദർത്ഥധ്വനിശം ജന്മകൂടികൃതം പാപം നശ്യതേനാത്ര സംശയ. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേത് ഭാഗവതം ചയാ നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശു മേധയോ. ദുഃഖദാരിദ്ര്യ ദൗർഭാഗ്യ പാപ പ്രക്ഷാളനായ ച കാമക്രോധജയാർത്ഥം ഹി കലൗ ധർമ്മോയമീരിത. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സബലഃ സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ഓം നമോ ഭഗവതേ വാസുദേവായ. യം പ്രവ്രജന്തമനുപേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനീതു സ്തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതി തിദേശതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്യാദിതരതശ്ചാത്വേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന
സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷിഭിസ്തക്ഷണാത് നിഗമകൽപ്പതരൂർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുധം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാः. നൈമിഷേ അന്മിഷക്ഷേത്രേ ഋഷയാ ശൗനകാദയാ സത്രം സ്വർഗായ ലോകായ സഹസ്രാസമമാ സദാ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ മുക്തേർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധിനാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി സർവശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരികൃഷ്ണ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു സത്സംഗം ഞാൻ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്, പഴയ ആള് തന്നെ. ഹരികൃഷ്ണ. പ്രഭു ബ്രഹ്മാണ്ടം മുഴുവൻ അന്വേഷിച്ച് ആരും കിട്ടിയില്ല, അതുകൊണ്ട് പ്രഭു എനിക്ക് വീണ്ടും ഒരു അവസരം തന്നതാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ദണ്ഡവത് പ്രണാമം. എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കുന്നു, ദീക്ഷാഗുരുവിനെയും ശിക്ഷാഗുരുക്കന്മാരെയും സീനിയർ വൈഷ്ണവരെയും എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് വീണ്ടും ഒരു ഭാഗവതം ദശമസ്കന്ധം അധ്യായം 52. ഹരികൃഷ്ണ. ദശമസ്കന്ധത്തില് 3-ാമത്തെ പുസ്തകമാണ്. പുസ്തകം എടുക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ പുസ്തകം എടുക്കാം. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി നമുക്ക് രുക്മിണി ദേവിയുടെ സന്ദേശം നോക്കാം. രുക്മിണി ദേവിയുടെ സന്ദേശം ഭഗവാന് വേണ്ടി അയക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. രുക്മിണി ദേവി എപ്പോഴാണ് സന്ദേശം അയച്ചത് എന്നല്ലേ അല്ലേ? അപ്പോ ഇതില് രുക്മിണി സന്ദേശം എന്ന് പറയുന്നത് അധ്യായം 52 സ്കന്ധം 10. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? 10:52 10:52 അതിലെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത്. രുക്മിണി സന്ദേശം. ഹരേ കൃഷ്ണ. കേൾക്കാമോ പ്രഭു? ഹരേ കൃഷ്ണ. ക്ലിയർ ആണ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. നമ്മൾ ഭാഗവതത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ ആണ് ഇപ്പൊ ചൊല്ലിയത്. പത്മപുരാണത്തിൽ നിന്നും ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുമുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. അപ്പൊ എല്ലാവർക്കും കുറെ പരിചയം കാണും ശ്ലോകങ്ങള്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇതില് 10-ാമത്തെ സ്കന്ധത്തിൽ പുസ്തകം ഉണ്ടല്ലോ അല്ലെ? ഉള്ളവരൊന്നും എടുത്തോളൂ, നമുക്ക് ശ്ലോകം ചൊല്ലാം. ഇതിൽ നമുക്ക് പരീക്ഷിത്ത മഹാരാജാവ് ശുകദേവ് ഗോസ്വാമിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് എന്നുള്ളത് നമുക്കറിയാലോ ഭാഗവതം. അപ്പൊ പരീക്ഷിത്ത മഹാരാജാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ശ്രീരാജ ഉവാച ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. വിവർത്തനം പ്രഭാത് കി ജയ്. പരീക്ഷിത്ത ചക്രവർത്തി പറഞ്ഞു, ഭഗവാൻ ഭീഷ്മകന്റെ പുത്രിയും സുന്ദരിയുമായ രുക്മിണിയെ രാക്ഷസ മാർഗത്തിലൂടെയാണ് വിവാഹം ചെയ്തതെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ശ്ലോകം 37-ാമത്തെ ശ്ലോകമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പല ശ്ലോകങ്ങൾ പോകും മാതാജി. ഇതില് 18-ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. ഹരികൃഷ്ണ. 52-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ ശ്ലോകമാണ് ഞാൻ വായിച്ചത്. പല ശ്ലോകങ്ങളിലൂടെ കടന്നു പോകും. ഹരീഷ്ണ. അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചത് എന്താണ്? ഭീഷ്മകന്റെ പുത്രിയായ രുക്മിണി ദേവി, ഭഗവാന്റെ ആദ്യത്തെ ഭാര്യ അല്ലെ. 16,108 ഭാര്യമാര് ഭഗവാനുണ്ട്. അതില്
8 അഷ്ടഭാര്യമാർ. അതില് ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് ആരാണ്? രുക്മിണി ദേവിയാണ്. അപ്പൊ രുക്മിണി ദേവി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാക്ഷസ മാർഗത്തിലൂടെയാണ് കൊണ്ടുപോയതെന്ന് ഞാൻ കേട്ടിരിക്കുന്നെന്ന് പരീക്ഷിത് മഹാരാജാവ് ശുകദേവ് ഗോസ്വാമിയോട് പറയുകയാണ്. ഭീഷ്മക സുധാം, ഭീഷ്മക രാജാവിന്റെ പുത്രി. അപ്പോ എന്താ പറയുന്നത് അടുത്തത്? ഹേ പ്രഭു, മാഗധനെയും ശാല്വനെയും പോലുള്ള രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് അമിത തേജസ്വിയായ കൃഷ്ണൻ എങ്ങനെയാണ് വധുവിനെ തട്ടിക്കൊണ്ടു പോകുന്നതെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന ചോദ്യം അവിടെ രാജാവ് ഉന്നയിച്ചു. അതിന്റെ ഉത്തരമായിട്ട് പിന്നീട് ശുകദേവ് ഗോസ്വാമി ഇനി അതിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് രുക്മിണി സന്ദേശത്തിലും അടുത്ത ചാപ്റ്ററിൽ രുക്മിണി ഹരണത്തിലും വരുന്നത്. ഭഗവൻ സോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസ യഥാമാഗതശാല്വാദീൻ ജിത്വാ കന്യാമുപാഹരത്. എങ്ങനെയാണ് കന്യകയായ രുക്മിണി ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയത് എന്ന്. ഭഗവൻ ശ്രോതുമിച്ഛാമി, ഭഗവാനെ എനിക്ക്, ഭഗവൻ എന്നവിടെ പറഞ്ഞിരിക്കുന്ന ആരെയാണ്? ശുകദേവ് ഗോസ്വാമിയാണ് അല്ലെ. ഭഗവാന്റെ കഥകൾ പറയുന്നവര്. അപ്പൊ അവരെയും എന്തെന്ന് പറയും? ഭഗവൻ എന്ന് പറയും. അപ്പോ ശ്രോതമിച്ഛാമി, നമ്മൾ എത്രത്തോളം ഭഗവത് കഥകൾ കേൾക്കുന്നോ അത്രയും നല്ലത്. അപ്പൊ ഇവിടെ ആ കഥ കേൾക്കാനായിട്ട് ആർക്ക് ആഗ്രഹമുണ്ട്? പരീക്ഷിത് മഹാരാജാവിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അടുത്തത് 21 ശ്ലോകം മുതല് അങ്ങനെ അദ്ദേഹം ശ്രീ ബാദരായണി റുവാച. അപ്പോ ബാദരായണന്റെ മകനായ, വ്യാസദേവന്റെ മകനായ ശുകദേവ് ഗോസ്വാമി പറഞ്ഞു തുടങ്ങി. അപ്പൊ നമുക്ക് 37 ശ്ലോകം മുതലാണ് ഇതിന്റെ ഇത് വരുന്നത്. 37 ശ്ലോകം എന്ന് പറയുന്നത് രുക്മിണി ദേവിയുടെ സന്ദേശമാണ്. രുക്മിണി ദേവി എന്ത് ചെയ്യാണ്? വിവാഹത്തിന് രുക്മിണി ദേവിയുടെ സഹോദരനായ രുക്മിക്ക് താല്പര്യം ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാനായിരുന്നു അല്ലെ. ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കുക. പക്ഷേ രുക്മിണി ദേവിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ രുക്മിണി ദേവി എന്താ ചെയ്തത്? ഒരു ബ്രാഹ്മണനെ ഏൽപ്പിച്ചു. ബ്രാഹ്മണന്റെ കയ്യില് സന്ദേശം കൊടുത്തയച്ചു. ഭഗവാൻ പറയുന്നുണ്ട് പത്രം, പുഷ്പം, ഫലം, തോയം അല്ലെ. ഏതാണെങ്കിലും എനിക്ക് നിവേദിച്ചു കഴിഞ്ഞാൽ ഞാന് അതെല്ലാം സ്വീകരിക്കും. അതിനെല്ലാം തക്കവണ്ണം ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. അതിന് തക്കവണ്ണം ഭഗവാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനി ടെമ്പിൾ കൺസ്ട്രക്ഷന് പൈസ ഒന്നും കൊടുക്കില്ല എന്ന് പറയണ്ട. അതിന് തക്കവണ്ണം അപ്പോ യഥാശക്തി നമ്മൾ കൊടുക്കുന്നു. അപ്പോ അതിനനുസരിച്ച് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ രുക്മിണി ദേവിയുടെ ഞാൻ പറയാൻ വന്നത് പത്രം, പുഷ്പം. പത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹരികൃഷ്ണ, പത്രം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇല്ല, വേറെ അർത്ഥം എന്താ? തുളസിയില. തുളസിയില. വേറെ അർത്ഥം? പത്രം. പ്രഭു ക്ലിയർ ആയി? എന്റെ നെറ്റിന്റെ കുഴപ്പമാണോ? ക്ലിയർ ആവുന്നില്ലല്ലോ. ഡിക്ലറേഷൻ പേപ്പറിനും പത്രം എന്ന് പറയും. ഡിക്ലറേഷൻ എന്ന് കേട്ടു. എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു. അപ്പം ഫുള്ളി ഞാൻ അങ്ങോട്ട് കേട്ടില്ല, എനിക്ക് മനസ്സിലായി സന്ദേശം. ഡിക്ലറേഷൻ ഒക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ പത്രം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ലെറ്റർ എന്നുള്ള ഒരു അർത്ഥമുണ്ട്. എഴുത്ത്, നമ്മൾ പറയും എഴുത്ത് വന്നു, കത്ത് വന്നു എന്നൊക്കെ മലയാളത്തിൽ പറയും അല്ലെ. അതിന് പത്രം എന്ന് സംസ്കൃതത്തിൽ പറയാം. അപ്പൊ പത്രം, പുഷ്പം, ഫലം, തോയം. ഇവിടെ പത്രം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇല മാത്രമല്ല. രുക്മിണി ദേവിയുടെ കാര്യം നോക്കുമ്പോൾ രുക്മിണി ദേവിയുടെ ആ ഒരു സന്ദേശം ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തയച്ച ആ ഒരു ലെറ്റർ, അതിനെയും പത്രം എന്ന് പറയാം. ആ പത്രമാണ് ഇവിടെ രുക്മിണി ദേവി ആദ്യത്തെ പ്രേമലേഖനം അല്ലെ അവിടെ സമർപ്പിച്ചു ഭഗവാന്. അപ്പോ നമുക്ക് ആ 37 ശ്ലോകം നോക്കാം. 10, 52, 37. ശ്രീരുക്മിണി വാച ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരദോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശദി ചിത്തമഭദ്രപം മേ.
ശ്രീരുക്മിണി ഉവാച ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരദോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശദി ചിത്തമഭദ്രപം മേ. ശ്രീരുക്മിണി ഉവാച ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരദോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശദി ചിത്തമഭദ്രപം മേ. ഹരികൃഷ്ണ. പുസ്തകമുള്ള ആർക്കെങ്കിലും ഒന്ന് രണ്ടുപേർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. ശ്രീ രുക്മിണി ഉവാച ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരൈഹരദോ അംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയാച്യുതാ വിശദി ചിത്തമപത്രപം മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരുക്മിണി ഉവാച ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യാച്യുതാ വിശദി ചിത്തമപത്രപം മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചാൽ കേട്ടോ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ രുക്മിണി ഉവാച ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയച്യുതാ വിശദി ചിത്തമഭദ്രപം മേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ രുക്മിണി ഉവാച ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാ ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യാച്യുത വിശദി ചിത്തമപത്രപം മേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് നോക്കാം. ശ്രീ രുക്മിണി ഉവാച. ശ്രീ രുക്മിണി പറഞ്ഞു. ശ്രുത്വ കേട്ടിട്ട്, ഗുണാൻ ഗുണങ്ങളെ, ഭുവന സുന്ദര ഹേ ലോകൈക സുന്ദര, ശൃണ്വതാം കേൾക്കുന്നവരുടെ, തേ അങ്ങയുടെ, നിർവിശ്യ പ്രവേശിച്ചിട്ട്, കർണവിവരെ കർണദ്വാരങ്ങളിൽ കൂടെ, ഹരത ഹരിക്കുന്ന, അംഗതാപം ശാരീരിക ദുഃഖത്തെ, രൂപം സൗന്ദര്യം, ദൃശാം കാഴ്ചയുടെ, ദൃശ്യമത്താം കണ്ണുള്ളവരുടെ, അഖില മുഴുവൻ, അർത്ഥലാഭം ആഗ്രഹ നിവർത്തി, ത്വയി അങ്ങയിൽ, അച്യുത ഹേ നാശരഹിതനായവനെ, ആവിശതി പ്രവേശിക്കുന്നു, ചിത്തം മനസ്സ്, അപത്രപം ലജ്ജ ഇല്ലാതെ, മേ എന്റെ. വർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ രുക്മിണി പറഞ്ഞു. ബ്രാഹ്മണൻ വായിച്ചു കൊടുത്ത സന്ദേശത്തിൽ നിന്ന്, ബ്രാഹ്മണന്റെ കയ്യിൽ രുക്മിണി ദേവി കൊടുത്തയച്ചു സന്ദേശം അല്ലെ, അത് ബ്രാഹ്മണൻ തന്നെ വായിച്ചു കൊടുക്കുകയാണ് അവിടെ. അപ്പോ ആ വായിച്ചു കൊടുത്തതിൽ നിന്ന് പറയാണ്. അപ്പൊ രുക്മിണി ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ വായിച്ചു കൊടുക്കുന്നത് ആരാണ്? ബ്രാഹ്മണനാണ് വായിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹേ ലോകൈക സുന്ദര, ശ്രോതാക്കളുടെ കർണങ്ങളിലൂടെ പ്രവേശിച്ച് ശരീരതാപങ്ങളെയെല്ലാം അകറ്റുന്ന അങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ചും കാണുന്നവരുടെ നയനങ്ങൾക്ക് അവയുടെ സർവമോഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നതായ അങ്ങയുടെ സൗന്ദര്യത്തെക്കുറിച്ചും കേട്ടുകൊണ്ട് എന്റെ നിർലജ്ജമായ മനസ്സിനെ ഹേ കൃഷ്ണ ഞാൻ അങ്ങയിൽ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ രുക്മിണി ദേവി കേട്ടിട്ടേ ഉള്ളൂ ഭഗവാനെ കുറിച്ച് അല്ലെ, കണ്ടിട്ടില്ല. ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇനി എന്താണ്? സൗന്ദര്യത്തെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ആ കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് അതില് ആകൃഷ്ടമായി പോയി. ആ മനസ്സിനെ എന്തെന്നാണ് വിശേഷിപ്പിക്കുന്നത്? നിർലജ്ജം, ലജ്ജയില്ല. ലജ്ജയില്ലാതെ എന്റെ അത്യാഗ്രഹം കാരണം. ഇപ്പൊ ഭഗവാന്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണഗണങ്ങള് രുക്മിണി ദേവിക്ക് അത്രത്തോളം രുക്മിണി ദേവി ചിന്തിക്കുന്നില്ല. ഞാൻ അർഹയാണ്, ഞാനൊരു രാജകുമാരിയാണ് എന്ന് ഒരിക്കലും രുക്മിണി ദേവി ചിന്തിക്കുന്നില്ല. രുക്മിണി ദേവി എന്താ പറയുന്നത്?
എനിക്കതിനുള്ള അർഹത ഇല്ല. അതുകൊണ്ട് തന്നെ ഞാന് അത്യാഗ്രഹമാണ് ചിന്തിക്കുന്നത്. ആ അത്യാഗ്രഹം ഭഗവാൻ എന്ത് ചെയ്യണം? സാധിപ്പിച്ചു തരണം എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? അപ്പോ എന്താ പറയുന്നേ? സൗന്ദര്യത്തെ കുറിച്ചും എല്ലാം കേട്ടു. നിർലജ്ജമായ മനസ്സ്, എന്റെ മനസ്സിന് ഒട്ടും തന്നെ ലജ്ജയില്ല. അപ്പൊ നമുക്ക് ലജ്ജ എന്ന് പറയുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ചോദിക്കുന്നതിന് നമുക്ക് അത്രത്തോളം ലജ്ജിക്കേണ്ട കാര്യം വരുന്നില്ല, അല്ലെ? എനിക്ക് അർഹതപ്പെട്ടതിനെ ഞാൻ ചോദിച്ചോളൂ എന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ഒട്ടുമേ അർഹതയില്ലാത്ത കാര്യത്തെയാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിർലജ്ജമായ എന്റെ മനസ്സ് ഒട്ടും എന്നെ അനുവദിക്കുന്നില്ല. ഭഗവാനില് അത്രയ്ക്ക് ആ ഭഗവാന്റെ ഗുണഗണങ്ങളും സൗന്ദര്യത്തെക്കുറിച്ചും എല്ലാം കേട്ടപ്പോള് ആ സർവ ആകർഷകനാണ് ഭഗവാൻ, അല്ലെ? സർവ ആകർഷകൻ. അപ്പൊ ആ ആകർഷണം ആർക്കും ഉണ്ടായി? രുക്മിണി ദേവിക്കും ഉണ്ടായി. അപ്പൊ എന്റെ നിർലജ്ജമായ മനസ്സിനെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മയ്യ ആസക്ത മനഃപാർത്ഥ എന്നാണ് അർജുനനോട് പറഞ്ഞത്, അല്ലെ? ഇപ്പോ എപ്പോഴും നമ്മുടെ മനസ്സ് ഭഗവാനിലുള്ള ആസക്തി നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ രുക്മിണി ദേവിയും പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മനസ്സ് എങ്ങനെയായിപ്പോയി? ആ ആസക്തി, മനസ്സിന്റെ ആസക്തി എനിക്ക് തടുക്കാനേ കഴിയുന്നില്ല. ഭാവാർത്ഥം ബശ്ല പ്രഭാത് പ്രഭാതി ജയ. രാജപുത്രിയായ രുക്മിണി ധൈര്യശാലിയും വീര്യമുള്ളവളുമാണ്. മാത്രമല്ല കൃഷ്ണനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് അവൾ കരുതുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് അവൾ കൃഷ്ണനെ വ്യക്തമായി തുറന്ന് എഴുതുകയാണ്, വന്ന് തന്നെ കൊണ്ടുപോകാൻ യാചിച്ചുകൊണ്ട്. അപ്പോ ബ്രാഹ്മണന്റെ കയ്യില് പത്രം കൊടുത്തയച്ചിട്ട് പറയാണ്, എന്നെ വന്ന് കൊണ്ടുപോകണം എന്നാണ് ഇവിടെ യാചിക്കുന്നത്. ഒരു 7-8 ശ്ലോകങ്ങളേ ഉള്ളൂ. 43 വരെയുള്ള ശ്ലോകങ്ങൾ, 37 മുതൽ 43, 7 ശ്ലോകങ്ങള്. 7 ശ്ലോകങ്ങളില് 7 ശ്ലോകങ്ങളിലായിട്ട് പറയാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം: കാത്വാ മുകുന്ദ മഹതീ കുലശീല രൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. കാത്വാ മുകുന്ദ മഹതീ കുലശീല രൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. കാത്വാ മുകുന്ദ മഹതീ കുലശീല രൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോക മനോഭിരാമം. ഹരികൃഷ്ണ. ആർക്കെല്ലാം വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ മാതാജി. കനൈ കേക്കാവോ? കേൾക്കാം. ഹരീഷ് ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാത്വാ മുകുന്ദ മഹതി ആത്മതുല്യം എനിക്ക് കേൾക്കുന്നില്ല. 2 ലൈൻ കേട്ടുള്ളൂ ഞാൻ. എല്ലാവർക്കും വായിക്കട്ടെ മാതാജി, വായിക്കട്ടെ. ഹരീഷ് കാത്വാ മുകുന്ദ മഹതി കുലശീല രൂപ വിദ്യാവയോ ദ്രവണദാമാഭിരാത്മതുല്യം തീരാപദീം കുലവതീം ന വൃണീത കന്യ കാലേ നരസിംഹ നരലോക മനോഭിരാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാത്വാ മുകുന്ദ മഹതീ കുലശീല രൂപ വിദ്യാവയോദ്രവിണദാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോക മനോഭിരാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കാത്വാ മുകുന്ദ മഹതീ കുലശീല രൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോക മനോഭിരാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
പദാനുപദാർത്ഥം ക ഏതൊരുവൾ ത്വ അങ്ങയുടെ മുകുന്ദ ഹേ കൃഷ്ണ മഹതി മഹത്തായ കുലശീല കുലവും സ്വഭാവ ഗുണവും രൂപ സൗന്ദര്യവും വിദ്യ അറിവും വയ യൗവനവും ദ്രവിണ സമ്പത്തും ധാമഭി പ്രതാപവും ആത്മതുല്യം അങ്ങേക്ക് തുല്യമായ ധീര ആത്മനിയന്ത്രണമുള്ള പതി ഭർത്താവായി കുലവതി നല്ല കുടുംബത്തിലെ ന വൃണീത വരിക്കയില്ല കന്യ കന്യക കാലെ ആ സമയത്ത് നൃസിംഹ ഹേ മനുഷ്യരിൽ സിംഹമേ നരലോക മനുഷ്യലോകത്തിന്റെ മനസ്സിൽ അഭിരാമം ആനന്ദം നൽകുന്ന വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. പ്രഭുപാദ് കി ജയ്. ഹേ മുകുന്ദ, വംശപാരമ്പര്യം, സ്വഭാവ ഗുണം, സൗന്ദര്യം, അറിവ്, യൗവനം, സമ്പത്ത്, സ്വാധീനം എന്നിവയിൽ അങ്ങേക്ക് തുല്യനായി മറ്റാരുമില്ല. മനുഷ്യരിൽ വെച്ച് സിംഹസദൃശനായവനെ അങ്ങ് മനുഷ്യരാശിയുടെ മുഴുവൻ മനസ്സുകളെയും ആനന്ദിപ്പിക്കുന്നു. ഉന്നത കുലജാതയും ധീരയും വിവാഹപ്രായമെത്തിയവളുമായ ഏതു കന്യകയാണ് സമയം വരുമ്പോൾ അങ്ങേ ഭർത്താവായി വരിക്കാതിരിക്കുക? ഹരേ കൃഷ്ണ. അപ്പോ കുലശീലയായിട്ടുള്ള ഉന്നത കുലജാതയും ധീരയും എല്ലാമായ വിവാഹപ്രായമെത്തിയ ഏതൊരു കന്യകയും എന്ത് ചെയ്യും? ഭഗവാനെ ഭർത്താവായി വരിക്കുമെന്നാണ് പറയുന്നത്. സർവ കന്യകമാരുടെയും നാഥനായിട്ട് പറയുന്നത് ആരെയാണ്? ഭഗവാനെയാണ്, അല്ലെ? എപ്പോഴും പറയാറുണ്ട്, പുരുഷനായിട്ട് ആരേ ഉള്ളൂ? ഒരേ ഒരു വ്യക്തിയെ പുരുഷനായിട്ടുള്ളത് ആരാണ്? ഭഗവാനാണ്, അല്ലെ? ബാക്കിയുള്ളവരെല്ലാം സ്ത്രീയാണ്. പ്രകൃതിയിൽ നിന്ന് വന്നു. ആ പ്രകൃതിയാണ് എല്ലാവരും പുരുഷൻ എന്ന് പറയുന്നത്. പ്രകൃതിയും പുരുഷനുമാണ്, അല്ലെ? അപ്പോ ഈ പ്രകൃതിയെ എല്ലാം ജനിപ്പിച്ചിരിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ, പുരുഷൻ, ഒരേ ഒരു വ്യക്തി. അപ്പോ എല്ലാവരുടെയും നാഥൻ എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനാണ്. ഹേ മുകുന്ദ. മുകുന്ദ എന്ന വാക്ക് എന്ന് പറഞ്ഞാല് മുകുന്ദ മോക്ഷപ്രദായകനായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് മുകുന്ദ എന്ന വാക്ക് ഭഗവാനെ, ആ പേര് ഭഗവാന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ മോക്ഷം നൽകേണ്ടത് ആർക്കാണ്? ആ ഭൗതിക സംസാരത്തിൽ നിന്നും, ആ ഭൗതികമായിട്ടുള്ള രാജഗൃഹത്തിൽ നിന്നും തന്നെ കൊണ്ടുപോകണം, തന്നെ ഹരണം ചെയ്യണം, ഹരിക്കണം എന്ന് ആര് പറയാണ്? തന്നെ കൊണ്ടുപോകണമെന്ന് ലക്ഷ്മി ദേവി ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവിടെ കാത്വാ മുകുന്ദ എന്ന് പറയുന്നത്. ഇനി ഭഗവാന്റെ വംശപാരമ്പര്യം, അതുപോലെ സ്വഭാവഗുണം, സൗന്ദര്യം, അറിവ്, യൗവനം, സമ്പത്ത്, സ്വാധീനം, ഇവയ്ക്ക് തുല്യമായിട്ട് ഭഗവാന്റെ ഷഡ് ഐശ്വര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അല്ലെ? അതിൽ വാക്കുകൾ വ്യത്യസ്തമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും ആ ഷഡ് ഐശ്വര്യങ്ങളും 6 ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ? 1 2 3 4 5 6 7 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഷഡ് ഐശ്വര്യങ്ങൾ വേറെയാണ് പറയുന്നത്. ഇപ്പോ കുറച്ചെണ്ണം ഇതിലുണ്ട്. പക്ഷെ ഏതൊക്കെ എത്രയൊക്കെ ഇനി ഷഡ് ഐശ്വര്യങ്ങളല്ല, അതിൽ കൂടുതലായി പറഞ്ഞാലും ശരി തന്നെ, എല്ലാ ഭഗത്തിനും വാൻ ആയിട്ടുള്ളവൻ, എല്ലാ ഐശ്വര്യങ്ങൾക്കും ഭഗ എന്ന് പറഞ്ഞാല് എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞവൻ. അതുകൊണ്ടാണ് ഭഗവാൻ എന്നുള്ള പറയുന്നത്, അല്ലെ? അപ്പോ ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞ, ഷഡ് ഐശ്വര്യങ്ങളും തികഞ്ഞ ഭഗവാൻ, അതുപോലെ തന്നെ മനുഷ്യരിൽ സിംഹമായിട്ടുള്ളവനെ. ഇപ്പൊ മൃഗങ്ങളിൽ രാജാവാണ് ഭഗവാൻ, സിംഹം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സിംഹ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിച്ച് പറയാണ്, സിംഹ സദൃശനാണ് ഭഗവാൻ. എന്താണ്? നൃസിംഹ. നൃസിംഹ ഭഗവാനെ നമുക്കറിയാം, നൃസിംഹമൂർത്തി നമുക്കറിയാം. ഇവിടെ മനുഷ്യരിൽ സിംഹമായിട്ടുള്ളവൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നരലോക മനോ അഭിരാമം. നരലോകത്തിന്, മനുഷ്യ ലോകത്തിന്, മാനവരാശിക്കെല്ലാം തന്നെ മനോ അഭിരാമം, തുഷ്യന്തിച്ച രമന്തിച്ചാണ് പറയുന്നത്, അല്ലെ? ഭഗവാന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, രൂപം, മഹിമ എല്ലാമേ ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് പരസ്പരം ബോധവാന്മാരാവുകയും തുഷ്യന്തിച്ച രമന്തിച്ച, നമ്മൾ രമിക്കുകയും ആനന്ദിക്കുകയും ചെയ്യണമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഉള്ള ഒരു ഭഗവാനെ എല്ലാവർക്കും രമിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും മനോഭിരാമം കൊടുക്കാൻ, മനോനയന ആനന്ദമായിരിക്കുന്ന ആ ഭഗവാനും മാത്രമേ കഴിയുള്ളൂ, വേറെ ഒരാൾക്കും കഴിയില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും ശ്ലോകങ്ങൾ, നമുക്ക് സമയമില്ല, 7 ശ്ലോകങ്ങൾ. ഇനി എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ബാക്കി ശ്ലോകങ്ങൾ പറയാം. ഈ 2 ശ്ലോകം മാത്രമേ ഇപ്പൊ ഉദ്ധരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ, കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ട്. ഞാനും കുറച്ച് ലേറ്റായി, കാരണം എനിക്ക് അറിയാലോ, പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു ക്ലാസ് ആണിത്, അതുകൊണ്ട്. ഹരേ കൃഷ്ണ. അപ്പോ ബാക്കി ശ്ലോകം പിന്നെ പറയാം കേട്ടോ. അപ്പൊ ഇവിടെ ഇതിന്റെ അവസാനം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഭഗവാൻ രുക്മിണി ദേവിയെ ഹരിച്ചുകൊണ്ട് പോകുന്നു. ഭഗവാൻ അവിടേക്ക് വരുന്നു, അല്ലെ? വിദർഭയിലേക്ക് വരുന്നു. വരുമ്പോൾ ഭീഷ്മക എന്ന രാജാവ് അദ്ദേഹത്തെ നന്നായി തന്നെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചതിന് ശേഷം പിന്നീടാണ് രുക്മിണി ദേവി ഇവിടെ പറയുന്നുണ്ട്, ഞാൻ അംബികാദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോകും. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എന്ത് ചെയ്താൽ മതി? എന്നെ അവിടെ നിന്ന്
തട്ടിക്കൊണ്ടുപോയാൽ മതിയല്ലേ. അതുകൊണ്ടാണ് അവിടെ രാക്ഷസീയ രീതിയിലാണ്, രാക്ഷസ മാർഗത്തിലൂടെയാണ് ഭഗവാൻ രുക്മിണി ദേവിയെ കൊണ്ടുപോയത്, വിവാഹം കഴിച്ചത് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പരീക്ഷിത് മഹാരാജാവ് ആദ്യം പറഞ്ഞു അല്ലെ. അപ്പൊ അത് അവിടെ നിന്ന് കൊണ്ടുപോവുകയും പിന്നീട് ആരാണ് വിവാഹം കഴിക്കാൻ വന്നത്? ശിശുപാലനാണ്. ശിശുപാലൻ ആരാണ്? ശിശുപാലൻ തന്റെ പൂർവ്വജന്മത്തിലൊക്കെ ആരായിരുന്നു? നമുക്കറിയാലോ, പറഞ്ഞോളൂ. വിജയനാണോ? ആ, ജയവിജയൻ അല്ലേ. ജയവിജയൻ. ജയവിജയൻ പിന്നെ ആരായിട്ടൊക്കെ വന്നു? ജയവിജയന്മാര് പിന്നെ ആരൊക്കെ ആയിട്ട് വന്നു? ഹിരണ്യാക്ഷ, ഹിരണ്യകശിപുവും പിന്നെ രാവണ, കുംഭകർണ, അടുത്തത് ശിശുപാലൻ, ദണ്ഡവക്ര. അതെ, അപ്പൊ കേട്ട് കാണുമല്ലോ പ്രഭു പറഞ്ഞത്. ഹരേ കൃഷ്ണ. ജയവിജയന്മാര് 4 കുമാരന്മാരോടുള്ള ആ ഒരു അപരാധം ചെയ്തത് കാരണം അവർക്ക് വീണ്ടും ഭൂമിയിലേക്ക് ജനിക്കേണ്ടി വന്നു. അപ്പൊ അവര് ജന്മങ്ങൾ എടുത്തത് ആരൊക്കെയായിട്ടാണ്? രാവണ, കുംഭകർണനായിട്ട് ത്രേതായുഗത്തില്, പിന്നെ സത്യയുഗത്തില് ഹിരണ്യാക്ഷനും, ആദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിട്ട് സത്യയുഗത്തില്, പിന്നീട് ത്രേതായുഗത്തില് വരുമ്പോഴ് രാവണനും കുംഭകർണനുമായിട്ട്, പിന്നീട് ദ്വാപരയുഗത്തിൽ വരുമ്പോഴ് ശിശുപാലനും ദന്തവക്ത്രനുമായിട്ട്. അപ്പൊ ഭഗവാന്റെ തന്നെ ക്ഷമിക്കും എന്നുള്ളൊരു വാക്ക് ശിശുപാലന്റെ അമ്മയ്ക്ക് കൊടുത്തിരുന്നു. പിന്നീട് ശിശുപാലന്റെ കഴുത്ത് ഇങ്ങനെ ഭഗവാന്റെ സുദർശന ചക്രം വെച്ചിട്ടാണ് മുറിക്കുന്നത്. അതും നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ആർക്കും ഇഷ്ടം? രുക്മിണി ദേവിയുടെ സഹോദരനായ രുക്മിണിക്ക് ഇഷ്ടം. പക്ഷെ അത് അവിടെ നടക്കുന്നില്ല. പിന്നീട് ആ കട്ടുകൊണ്ട് പോകുന്ന സമയത്ത്, ഭഗവാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, കിഡ്നാപ്പ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ബലരാമ ഭഗവാനും അതുപോലെ സേനകളും ഒക്കെയും പിന്നാലെ വരുന്നുണ്ട്. അപ്പോ അവിടെ പിന്നീട് യുദ്ധം നടക്കുന്ന സമയത്ത് രുക്മിണിയുടെ തല മുണ്ഡനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുള്ളി ഷേവ് ചെയ്യുന്നില്ല. രുക്മിണിയെ പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ ആയിട്ട് മുടി എടുക്കുക ചെയ്യുക. അപ്പൊ അത് അവഹേളിക്കുന്നതിന് സമമാണ്. അപ്പൊ അവഹേളിക്കുന്നതിന് സമമാകുമ്പോൾ ബലരാമ ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഇപ്പോൾ അത് രുക്മിണി എന്ന് പറയുന്നത് ഭഗവാന്റെ ബന്ധുവായി കഴിഞ്ഞു, നമ്മുടെ ബന്ധുവായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇവിടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാല്, കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ ഭഗവാനെ കണ്ടിട്ടേ ഇല്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും വിശ്വാസമാണ്, വൈഷ്ണവർക്ക് വിശ്വാസമാണ്. പക്ഷേ കണ്ടിട്ടില്ലാത്തത് കൊണ്ട്, എന്നാൽ ഭഗവാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഭഗവാന്റെ ശരണാഗതി എടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ അനുഭവിച്ച് കണ്ടു തന്നെ അറിയാനായിട്ട്, ഉൾക്കണ്ണിൽ മനതാരിൽ നമുക്ക് ഭഗവാനെ കണ്ടു തന്നെ അറിയാൻ കഴിയും. ഇവിടെ രുക്മിണി ദേവി ഭഗവാനെ കണ്ടില്ലെങ്കിൽ പോലും ഭഗവാന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മത് ശരണ എന്നുള്ള ഒരു ക്വാളിറ്റി പറയുന്നുണ്ട്. മത് ശരണ ഭഗവാൻ പറയുന്നതാണ് കൃഷ്ണ ഏക ശരണം, ഭഗവാന് മാത്രം. കൃഷ്ണ ഐക ശരണം, കൃഷ്ണ ഏക, ഭഗവാന് മാത്രം ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവരെ കൈവിടില്ല എന്നുള്ളതിന് തെളിവാണ്. ഇവിടെ ഒരു ലെറ്റർ മാത്രം ഭഗവാന് രുക്മിണി ദേവി അറിയില്ല അല്ലെ. ഭഗവാൻ എല്ലാവരെയും അറിയാം, ഭഗവാൻ പരമാത്മാവാൻ, പക്ഷേ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. എങ്കിൽ പോലും ആ ഒരു ലെറ്റർ കിട്ടിയ ഉടനെ ആരാണ് എന്താണെന്ന് അറിയാണ്ട് പോയിട്ട് ഒരു സാധാരണ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ രുക്മിണിയുടെ അപേക്ഷ, രുക്മിണിയുടെ സമർപ്പണം അത്രയ്ക്കായിരുന്നു. അപ്പോ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. കാരണം രുക്മിണി ദേവി ഇനി ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ പ്രാണൻ ഉപേക്ഷിക്കും, അങ്ങേ ഈ ജന്മത്തിൽ എനിക്ക് ലഭിച്ചില്ല എങ്കിൽ എന്റെ പ്രാണൻ ഞാൻ ഉപേക്ഷിക്കും, ഞാൻ വേറെ ആർക്കും വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല, വേറെ ആരും എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ അടുത്ത ജന്മത്തിലെങ്കിലും, ഇനി വരുന്ന ജന്മത്തിലെങ്കിലും എനിക്ക് അങ്ങയെ ശരണം പ്രാപിക്കാനും അങ്ങേ ഭർത്താവായി ലഭിക്കാനും എനിക്ക് കാരണമാകുമല്ലോ എന്നാണ് അവിടെ രുക്മിണി ദേവി പറയുന്നത്. അപ്പൊ ഏത് തരത്തിലായാലും ഷഡ്വിധ ശരണാഗതി എന്നാണ് പറയുന്നത്. ഷഡ്വിധ ഏത് തരത്തിലൊക്കെ? അനുകൂല്യസ്യ സങ്കല്പ പ്രതികൂല്യസ്യ വർജനം രക്ഷിഷ്യതീതി വിശ്വാസോ ഗോപ്തൃത്വേ വരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി. 6 തരത്തിലുള്ള ശരണാഗതി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാനെ ഏതൊരു ക്ലേശകരമായ ഘട്ടത്തിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം ഭക്തന്മാർക്ക് ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ രുക്മിണി ദേവിക്കും രാജഗൃഹത്തിലായണെങ്കിൽ പോലും സൈന്യവും എല്ലാ ശക്തിയും ഉണ്ടെങ്കിൽ പോലും ഭഗവാനെ ശരണം പ്രാപിച്ചതോടുകൂടി രുക്മിണി ദേവി അവിടെ നിന്നും ഭഗവാൻ രക്ഷിച്ചു അല്ലെ. വിഷ്ണുപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 55ാമത്തെ മല്ല രാജാക്കന്മാരായിരുന്ന ഒരു രാജാവ്, ഗോപാൽ സിംഗ് എന്ന രാജാവ്, അദ്ദേഹം നടന്ന സംഭവമാണ് അത്ര. അപ്പോ ആ രാജാവിന്റെ രാജ്യത്തെ
ആക്രമിക്കാനുള്ള ഒരു ഇതുണ്ടായി. അപ്പൊ ആക്രമിക്കുന്ന സമയത്ത് മറാത്തക്കാരാണ്. അപ്പൊ മറാത്തക്കാര് അവർക്ക് അത്രത്തോളം സൈന്യബലമില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ആ സമയത്ത് ഈ രാജാവ് വളരെ നല്ലൊരു ഭക്തനായിരുന്നു. ഈ രാജാവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സങ്കീർത്തനം നടത്തും. രാജ്യം മുഴുവൻ സങ്കീർത്തനം നടത്താണ്. അപ്പോ കുറെ പേർക്കൊക്കെ വിശ്വാസമുണ്ട്, കുറെ പേർക്ക് വിശ്വാസം ഇല്ല, അല്ലെ? കുറച്ചു പേർക്കൊക്കെ എന്താ ഇപ്പൊ സങ്കീർത്തനം നടത്തിയത് കൊണ്ട് നമ്മുടെ രാജ്യം എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള ത്. പക്ഷേ ആ ഭഗവാനില്, മദനമോഹനൻ ആയിട്ടുള്ള ഭഗവാനില് അത്രയ്ക്കും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്ന ഈ ഒരു രാജ്യം മുഴുവൻ സങ്കീർത്തനം നടത്താൻ ആവശ്യപ്പെട്ടു. സങ്കീർത്തനം നടത്തി ഭഗവാന്റെ നാമങ്ങൾ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്തു. പക്ഷേ ആ യുദ്ധം, എന്നിട്ട് രാത്രിയിൽ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുമ്പോൾ യുദ്ധാങ്കണത്തിൽ അവർക്ക് കുറച്ചു മാത്രം പീരങ്കിയും പടയും ഒക്കെ ആയിട്ട് അവർ ഏകദേശം തോൽപ്പിക്കപ്പെടും എന്നുള്ള ഒരു ഘട്ടം എത്തി. ഇനി രക്ഷയില്ല, എന്തായാലും രാജ്യം സറണ്ടർ ചെയ്യേണ്ടി വരും, അവരുടെ മുന്നിൽ ഞങ്ങൾ കീഴടങ്ങേണ്ടി വരും, ശത്രുക്കളുടെ മുന്നിൽ എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴേക്കും എങ്ങനെയോ പീരങ്കികൾ അങ്ങനെയേ മുഴങ്ങാൻ തുടങ്ങി. പീരങ്കി കാനൻസ്, എനിക്ക് തോന്നുന്നു മലയാളത്തിലെ വാക്ക് പീരങ്കിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇടതടവില്ലാതെ പീരങ്കി മുഴങ്ങാൻ തുടങ്ങി. ശത്രു സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഈ തോൽവി അവർക്ക് സംഭവിച്ചു. താങ്കൾ ജയിച്ചു എന്നുള്ളത്, നമ്മൾ ജയിച്ചു എന്നുള്ളത് ഗോപാൽ സിംഗ് എന്ന രാജാവ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം മൃതപ്രായരായ സൈന്യം, അവരെല്ലാവരും തന്നെ അത്രയധികം അവർക്ക് ശരീരം കൊണ്ടൊന്നും ഇനി യുദ്ധം ചെയ്യാൻ നിവൃത്തിയില്ലാണ്ട് അത്രയ്ക്ക് അവർ ക്ഷീണിതരായി കഴിഞ്ഞു. ആ ഒരു സമയത്ത് പിന്നെ എങ്ങനെയാണ് ഈ പീരങ്കി ഇത്ര ശക്തമായിട്ട്, അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ലക്ഷ്യം മാത്രമല്ല, അല്ലെ? പീരങ്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണം. ഇതൊക്കെ തിരിച്ചത് ആരാണ്, എങ്ങനെയാണ് ഈ വെടി വന്നത്, ഒന്നുമേ അറിയില്ല. അപ്പൊ അതിന്റെ ഒരു അവലോകനം അവർ നടത്തുകയാണ് രാജ്യസഭയിൽ. അപ്പൊ ആ രാജ്യസഭയിൽ നടത്തുന്ന സമയത്ത് പറഞ്ഞു, ഇത് മനുഷ്യനാൽ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, മനുഷ്യർക്ക് സാധിക്കുന്ന രീതിയിൽ ഇത്രയും ഷോട്ട് നടത്താൻ കഴിയില്ല ഒരു പീരങ്കിയിൽ. അതിങ്ങനെ മാനുവലായിട്ട് ഇങ്ങനെ ലോഡ് ചെയ്ത് കൊടുത്താണ് ചെയ്യുന്നത്. പക്ഷെ അത്രയ്ക്കുള്ള സമയം എടുക്കാതെയാണ് പീരങ്കി ഗർജിച്ചത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് വന്നതെന്ന്. അപ്പൊ ഒരു ഗാർഡ് രാത്രിയില് വാച്ച്മാൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു. എന്താ കണ്ടത്? ഒരു യങ് ബോയ്, ഒരു ചെറിയൊരു ആൺകുട്ടി, യൗവന പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി വന്നിരുന്നു. അവന്റെ ഡ്രസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ ആയിരുന്നു. നല്ല നീല നിറത്തിലുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ ആ രൂപം കണ്ടിട്ട് അത് ഭയങ്കരമായിട്ടുള്ള സൗന്ദര്യമായിരുന്നു. ഇവിടെ പറയുന്നുണ്ടല്ലേ ഭഗവാന്റെ സൗന്ദര്യത്തെ കുറിച്ച്. ആ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ അങ്ങ് മോഹാലസ്യപ്പെട്ടു പോയി. എനിക്ക് കൂടുതൽ ഇത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഫുൾ ആയിട്ട് അന്നത്തെ രാത്രിയിലാണ് ഞാൻ കണ്ടത്. പക്ഷേ രാത്രിയിൽ കാണുമ്പോൾ രാത്രി മുഴുവൻ പകൽ പോലെ വെളിച്ചമായി മാറി. വേറെ ആരൊക്കെ കണ്ടു കണ്ടില്ല ആരും ഒന്നുമേ പറഞ്ഞില്ല. പക്ഷെ ഈ വാച്ച്മാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടിരുന്നു, പിന്നീട് ഞാൻ ബോധം കെട്ട് വീണു, പിന്നെ ഈ പീരങ്കിയുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഹരേ കൃഷ്ണ. എന്താണ് പ്രഭു മെസ്സേജ്? ഹരീഷ്ണ പ്രഭു ആഡ് ചെയ്യാം. ശരണാഗതി അത് ഞാൻ പറഞ്ഞല്ലോ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, അതിനു വേണ്ടി എന്താ മാതാജി മറ്റുള്ളവർക്ക് അല്ല, എന്റെ ശ്രദ്ധ ഡൈവേർട്ടായി. സോറി. നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അപ്പൊ ഭഗവാന്റെ രൂപം അവിടെ ദർശിക്കുന്നു. അപ്പൊ ആ ഭഗവാന്റെ രൂപം ദർശിച്ചുകൊണ്ട് താൻ മോഹാലസ്യപ്പെട്ട് വീണു കഴിഞ്ഞിട്ട് പിന്നീട് പീരങ്കിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് താൻ ഉണർന്നത്. ഹരേ കൃഷ്ണ. അപ്പോ ആ പീരങ്കിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് താൻ ഉണർന്നത് എന്ന് ഗാർഡ് പറയുകയുണ്ടായി. അപ്പോഴേക്കും രാജാവിന് മനസ്സിലായി ഇത് ഭഗവാനാണ് വന്നത്, തന്നെ രക്ഷിച്ചത് എന്ന്. അദ്ദേഹം മദൻമോഹൻ ക്ഷേത്രത്തിലേക്ക്, വിഷ്ണുപൂരിലെ മദൻമോഹൻ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോഴേ ഭഗവാൻ ആ ഒരു അറ്റയറില്, ആ ഒരു വേഷത്തിലെ നീല നിറത്തിലുള്ള വേഷം ധരിച്ചാണ് ഭഗവാൻ നിൽക്കുന്നത്. അത് കണ്ടു. പിന്നീടാണ് ഓടി വന്ന ഒരു മിൽക്ക്മാൻ, ഒരു പാല് കച്ചവടക്കാരൻ വന്നിട്ട് പറയാണ്, എനിക്ക് ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ പൂജാരി പറയാണ് ഭഗവാന്റെ വലത് കയ്യില് ബ്രേസ്ലെറ്റ് കാണാനില്ല. അപ്പോഴാണ് മിൽക്ക്മാൻ വന്നിട്ട് പറയാണ്, ഈ ബ്രേസ്ലെറ്റ് ആണോ എന്ന് നോക്ക്. കാരണം ഇപ്പൊ ഈ ഒരു കാര്യം എല്ലായിടത്തേക്കും എത്തി. കാരണം തങ്ങളുടെ രാജ്യം ജയിക്കും എന്നുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ ഭഗവത് കരുണയാൽ തങ്ങൾ രക്ഷപ്പെട്ടു. ആ സങ്കീർത്തനം നടത്തിയതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഭഗവാനെ വിശ്വസിച്ചതിന്റെ, ശരണാഗതി പ്രാപിച്ചതിന്റെ ഫലമായിട്ട് തങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പരന്നു. അപ്പോഴാണ് ഈ മിൽക്ക്മാൻ വന്നിട്ട്
പാൽക്കാരൻ വന്നിട്ട് പറയുന്നത്, പോകുന്ന വഴി ആ കുട്ടിയെ ഞാൻ കണ്ടു, ആ ചെറിയ നവയൗവനത്തിലുള്ള കുട്ടിയെ ഞാനും കണ്ടു, എന്റെ അടുത്ത് വന്നിട്ട് തൈര് വാങ്ങി കുടിച്ചു, സംഭാരം അല്ലെ, മോര് സംഭാരം അത് വാങ്ങിയിട്ട് കുടിച്ചിട്ട് കയ്യിൽ പൈസയൊന്നുമില്ല, അത് ആ പൈസക്ക് പകരം കയ്യിലെ ബ്രേസ്ലെറ്റ്, വലത്ത് കയ്യിൽ നിന്നാണ് ബ്രേസ്ലെറ്റ് ഊരി എനിക്ക് തന്നത്. ഇപ്പൊ ഭഗവാന്റെ കങ്കണങ്ങൾ അത് ഊരിയിട്ട് കൊടുത്തു. ഞാൻ ബ്രേസ്ലെറ്റ് മീൻസ് എന്റെ വാക്കിൽ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ഈ ഭഗവാന്റെ കങ്കണങ്ങൾ ഊരി അയാൾക്ക് കൊടുത്തു, തൈരുകാരന് കൊടുത്തു. തൈര് വിൽക്കുന്ന ആള് എന്തിനാ വന്നേ? രാജാ ആളാണ്. പക്ഷെ ഇവിടെ ആ തൈര് മുഴുവൻ തീർന്നു പോയി. അപ്പൊ രാജാവിനോട് പറയാണ്, ഇനി തൈര് ഇല്ല, ഫുൾ കുടിച്ച് തീർത്തു എന്ന് പറയാണ്. അപ്പൊ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാല് ഭഗവാൻ രുക്മിണി ദേവിയെ സംരക്ഷിച്ചതുപോലെ, രുക്മിണി ദേവിയെ രക്ഷിച്ചതുപോലെ ആ ഭഗവാൻ, കരുണാമയനായ ഭഗവാൻ എല്ലാവരെയും രക്ഷപ്പെടുത്തും, എല്ലാവരെയും ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. സനാതൻ ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഭജന കുടീരത്തിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം എല്ലാ ദിവസവും മദൻമോഹൻ ടെമ്പിളിലേക്ക്, വൃന്ദാവനത്തിലെ മദൻമോഹന ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാന് ദർശനം എടുക്കുമായിരുന്നു. അപ്പോ അദ്ദേഹം വയസ്സാകുന്ന സമയത്ത്, വയസ്സായി അദ്ദേഹത്തിന് ഇനി നടക്കാൻ നിർത്തിയില്ല എന്നുള്ള ഒരു ഘട്ടം വരുന്നവരേക്കും ഭഗവാൻ അദ്ദേഹത്തോട് സനാതന ഗോസ്വാമിക്ക് ദർശനം കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ ഇനി അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല, ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിച്ചാലും അത് മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും സനാതൻ ഗോസ്വാമി എന്നിട്ടും പോകുന്നത് കാരണം പിന്നീട് അദ്ദേഹത്തിന്റെ ഭജന കുടീരത്തിന് അടുത്ത് തന്നെ ഭഗവാൻ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. ബാൻഖണ്ഡി മഹാദേവ് അങ്ങനെ എന്തോ ആണ് ആ ഒരു ക്ഷേത്രത്തില് അവിടെ ദർശനം കൊടുക്കാനായിട്ട് വന്നത്. പിന്നീട് ബാൻഖണ്ഡി മഹാദേവിനെയാണ് അവിടെ ബാങ്കി ബിഹാരി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് എങ്ങാനും വരും എന്ന് പറയുന്നു. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കാം. അങ്ങനെ ഒരു പേരില് ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി. പിന്നീട് സനാതൻ ഗോസ്വാമി ആ ഭഗവാനെയായിരുന്നു ദർശിച്ചിരുന്നത് അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്ത സമയത്ത്. അപ്പോ നമ്മൾ നല്ലപോലെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ 10 അടി വെച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ പിന്നീട് നമുക്ക് ഒരടി പോലും വയ്ക്കാൻ കഴിയാതിരിക്കുന്ന സമയത്ത്, ഇവൻ കോമയിൽ പോലും കോമയിൽ കിടക്കുന്ന ഭക്തന്മാർ എങ്ങനെ ഭഗവാനെ സ്മരിക്കും? അന്തകാലേച്ച മാമേവ സ്മരൺ മുക്തോ കളയവരം നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലെ. പക്ഷെ നമ്മൾ എങ്ങനെ സ്മരിക്കും? നമ്മൾ കോമയിലാണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ എങ്ങനെ സ്മരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാഹ പുരാണത്തിൽ പറയുന്നു, അഹം സ്മരാമി മദ്ഭക്ത, ഞാൻ എന്റെ ഭക്തനെ സ്മരിക്കും. ഭഗവാന്റെ ഭക്തനായിരുന്നാൽ, നമുക്ക് ഒട്ടുമേ അഹംഭാവമില്ലാതിരുന്നാൽ, നമ്മൾ ഭഗവാന്റെ ക്വാളിറ്റീസ്, ഭക്തന്മാരുടെ അല്ലെങ്കിൽ വൈഷ്ണവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ക്വാളിറ്റീസ് എല്ലാം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യുക. കഴിയുന്നിടത്തോളം നമ്മൾ പാലിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഭൗതിക സംസാരത്തിൽ ചിലപ്പോൾ നമുക്ക് പറ്റില്ലായിരിക്കാം, പക്ഷേ പറ്റുന്നിടത്തോളം നമ്മൾ അതെല്ലാം പാലിക്കാനായിട്ട് ശ്രമിക്കുക. ഒട്ടുമേ അഹംഭാവം, വിദ്യാഹംഭാവം ഉണ്ടാവാതെ, വിദ്യാഹംഭാവമാണ് ഏറ്റവും നമുക്ക് ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ഭാവം, ആ ഒരു ഐഡന്റിറ്റി നമുക്ക് പ്രശ്നം ഉണ്ടാക്കും അല്ലെ. ആ ഒരു ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ത്രിഗുണങ്ങളിൽ പെട്ട് നമുക്ക് വിദ്യാഹംഭാവം ഉണ്ടാകുന്നത് അല്ലെ, ഞാൻ എന്നുള്ളൊരു ഇത്. അപ്പോ അഹം മമേതി ഇത് രണ്ടും ഉപേക്ഷിച്ചാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ പോകട്ടെ, പക്ഷെ അഹം മമേതി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒട്ടുവിധ ക്വാളിറ്റീസ് ബാക്കിയെല്ലാം നമ്മുടെ കൂട്ടത്തിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഭഗവാനായി മാറാനായിട്ട് കഴിയും. രാഖേ കൃഷ്ണ മാരേക്ക്, മാരേ കൃഷ്ണ രാഖേക്ക് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാല് ഭഗവാൻ കൊല്ലണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഭഗവാൻ രക്ഷിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലാനും ഒരാൾക്കും കഴിയില്ല. ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി ബോംബ് വീണ സമയത്ത് 2 ബോംബിൽ നിന്നും ആ സമയത്ത് രക്ഷപ്പെട്ട ഒരാളെ പറ്റി, സുട്ടോമു യമഗുച്ചി എന്ന് പറയുന്ന ഒരാളെ പറ്റി നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അദ്ദേഹം ഹിരോഷിമയില് ബോംബ് ഇടുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഗർത്തത്തിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് ബോംബ് വീഴുന്ന സമയത്ത്. അപ്പോ അദ്ദേഹം അവിടെ നിന്ന് തെറിച്ച് ഉരുളക്കിഴങ്ങ് പാടത്തിലേക്ക് ചെന്ന് വീണത്രേ. അവിടെ നിന്ന് സർവൈവ് ആയ ആ ജോലിക്കാരും അദ്ദേഹവും എല്ലാം കൂടി നടന്നു. പിന്നീട് എങ്ങനെയോ അവിടെ മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. അത്രയ്ക്ക് വലിയ ബോംബിംഗ് ആണ് നടന്നത് അല്ലെ. അപ്പൊ അവിടെ നിന്നും അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് നാഗസാക്കിയിലേക്ക് എത്തി. അടുത്ത ദിവസം ഓഗസ്റ്റ് 6ഉം ഓഗസ്റ്റ് 9ഉം ആണെന്ന് തോന്നുന്നു 2 ബോംബിങ്ങിന്റെ ഡേറ്റ്, 1945 എന്തോ. അപ്പോ ഈ അടുത്ത ദിവസം നാഗസാക്കിയിൽ ബോംബ് വീഴാൻ പോണെന്ന് അദ്ദേഹം അറിയുന്നില്ല. ഹിരോഷിമയിൽ നിന്ന് നടന്ന അദ്ദേഹം ആ ഹിരോഷിമയിലെ ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം നാഗസാക്കിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എവിടെയാണോ മരണം വരുന്നത് അവിടത്തേക്ക് അദ്ദേഹം നടന്നെടുത്തു. പക്ഷേ നാഗസാക്കിയിലെ ബോംബിങ്ങിലും അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം ഒരു മറൈൻ എഞ്ചിനീയർ ആയിരുന്നു. അന്ന് അദ്ദേഹത്തിന് 29 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ 29 വയസ്സ് പ്രായം പിന്നീട് അദ്ദേഹം 90 എത്രാമത്തെ വയസ്സിൽ 2000 എത്രാമത്തിലാണ് അദ്ദേഹം മരിച്ചത്, ക്യാൻസർ വന്നിട്ട് മരിച്ചത്. അപ്പോ ഭഗവാൻ
രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളെ രക്ഷിച്ചിരിക്കും. വേറെ ആർക്കും നമ്മളെ കൊല്ലാനായിട്ട് കഴിയില്ല. രാഖേ കൃഷ്ണ മാരേക്ക്, മാരേ കൃഷ്ണ രാഖേക്ക്. ഭഗവാനെ ശരണാഗതി പ്രാപിക്കുക. കൃഷ്ണോത്താം സുഖതാം കൃഷ്ണ. ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് മാക്സിമം കേൾക്കാനായിട്ട് ശ്രമിക്കുക. ചേതോ ദർപ്പണമാർജനം, നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ കൽമഷങ്ങളെയും അതിനെല്ലാം കഴുകിക്കളഞ്ഞ് പരിശുദ്ധരാകാനായിട്ട് ശ്രമിക്കുക. ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരൂപേക്ഷ കൃപാസിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ की जय, अनंतकोटि गुरु की जय, जगत गुरु श्रील प्रभुपाद की जय, श्रील गुरु महाराज की जय, गौरंग भक्तवृंद की जय, कोल्लम सत्संग भक्तवृंद की जय. हरे कृष्ण. ഷോർട്ട് നോട്ടീസ്. പ്രഭു എന്നെ പറയും, എന്നെ വിളിച്ചു പറഞ്ഞ സമയം വളരെ കുറഞ്ഞ സമയത്തില് എനിക്ക് ഇത്രയും പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കൃഷ്ണ മാതാജി, ഈ മറ്റേ രുക്മിണിയുടെ അച്ഛൻ ഭീഷ്മകനാണല്ലേ? ഭീഷ്മകൻ. ഭീഷ്മ അല്ല, ഭീഷ്മകൻ. ഭീഷ്മകൻ. അച്ഛ ഭീഷ്മകൻ. ഓക്കെ ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമസ്കാരം. മാതാജി പറഞ്ഞല്ലോ വിദ്യ ജ്ഞാനം അത് അഹംഭാവം ഉണ്ടാക്കുന്നു. മാതാജി അതെങ്ങനെ, അതൊന്ന് വിശദീകരിക്കും മാതാജി. വിദ്യ ജ്ഞാനം അഹംഭാവം ഉണ്ടാക്കുന്ന മാതാജി ഇപ്പൊ പറഞ്ഞില്ലേ ലാസ്റ്റില്, അത് പാടില്ല. ഇപ്പൊ എങ്ങനെയാ പറഞ്ഞുതരാ? ഓരോ നമ്മള് എന്താണെന്നുള്ളൊരു ഭാവം നമുക്ക് ഉണ്ടാവും. എനിക്കെല്ലാം അറിയാം, എന്നെക്കാൾ അറിവ് വേറെ ആർക്കും ഇല്ല എന്നുള്ളത് നമ്മൾ പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അത്രേ ഒന്നും. അല്ലാണ്ട് മാതാജി മനസ്സിലാകുന്നില്ല, എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. നമുക്ക് എന്തെല്ലാമോ, നമുക്കൊരു ധനമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു അഭാവം കൂടില്ലേ. നമുക്ക് ഒത്തിരിയും ഭഗവാനെ ശരണം പ്രാപിക്കാണ്ടാത്ത ഒരു ആവശ്യം വരും. ഞാൻ എന്റെ കഴിവുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് എന്ന് വിചാരിച്ചാൽ അതൊരു അഹംഭാവമാണ്. എന്റെ കഴിവല്ല. എനിക്ക് ഭാഗവതം, ഭഗവത്ഗീത, എന്റെ ഗുരുക്കന്മാര് അവരുടെ ഒക്കെ കഴിവ് കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് എന്തെല്ലാം അറിവുള്ളത് കൊണ്ട് ഞാൻ അത് വന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയല്ല ചെയ്യുന്നത്. ഒരു വാക്ക് എന്റെ നാവിൽ കിട്ടണമെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് സ്മരിച്ച് പറയണം എന്നുണ്ടെങ്കിൽ അതിനാരുടെയെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒക്കെയും വേണം. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് എനിക്ക് കഴിയും എന്നുള്ള എന്റെ കഴിവാണത് എന്ന് ഞാൻ ചിന്തിച്ചാൽ അതെന്റെ അഹംഭാവമാണ്, ഞാൻ എന്നുള്ളൊരു ഭാവമാണ്. പക്ഷെ അത് ഭഗവാൻ ഹരിച്ചു കളയും ആ ഒരു ഭാവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മാതാജി. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഹരേ കൃഷ്ണ. അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് പറയില്ല, കാരണന്മാരുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇത് ഭഗവാന്റെയും കാരണന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ? കാരണവന്മാര്, അതെ, മുതിർന്ന വൈഷ്ണവര്, സീനിയർ വൈഷ്ണവരുടെയും എല്ലാവരുടെയും. ഇപ്പൊ ഇന്നലെ പൈതൽ പ്രഭു എന്നോട് പറയുന്നു ഈ ക്ലാസ് എടുക്കണം എന്ന് പറയുന്നു. അപ്പൊ പറഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് വന്നെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ക്ലാസ് എടുക്കാൻ ഒരു അവസരം എനിക്ക് തരണ്ടേ, എന്നാലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ വൈഷ്ണവരുടെ എല്ലാം കരുണ കൊണ്ടാണ് നമുക്കത് പറ്റുന്നത്. പിന്നെ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഇപ്പൊ എത്ര പേരുണ്ട്? കുറെ പേര് 40-50 പേരുണ്ടെന്ന് വെച്ചോ. അപ്പൊ അത്രയും പേര് ഇവിടെ കേൾക്കാനില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞാനെന്നുള്ളൊരു ഭാവം ഉണ്ടായിട്ട് എനിക്ക് എന്തെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം വെച്ച് ഞാൻ ഇവിടെ ഇരുന്നാൽ നടക്കുമോ? എന്തെങ്കിലും നടക്കില്ല. കേൾക്കാൻ ആൾ വേണമെങ്കിൽ അവരുടെ ഹൃദയത്തില് കേൾക്കണം എന്നുള്ള ഒരു തോന്നൽ വേണം അല്ലെ? ഇപ്പൊ ഭഗവാൻ പറയുന്നത് തത്സൃണു, അത് കേൾക്കാനായിട്ട് ആർക്കെങ്കിലും ഒക്കെ മനസ്സ് തോന്നിയാലും മാത്രമേ എല്ലാവരും കൂടെ എത്തുള്ളൂ. അവർക്കെല്ലാം സാഹചര്യം ഒക്കണം അല്ലെ? ആ സാഹചര്യം അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും ആരാണ്? ഭഗവാനാണ്, അല്ലെങ്കിൽ ഗുരുവാണ്. ഇപ്പൊ നമ്മളില് അത് ഭഗവാനെ കുറിച്ച് അറിയണം എന്നുള്ളൊരു ആഗ്രഹം വന്നാൽ മാത്രമേ ഇവിടെ എത്ര പേരുണ്ട്? 500 പേരുള്ളതിൽ അല്ലെങ്കിൽ 5000 പേരുള്ളവരിലാണ് നമ്മൾ 50 പേരൂടെ കൂടുന്നത് അല്ലെ? അപ്പൊ അതൊക്കെയും എല്ലാവരുടെയും ഗുരുവിന്റെയും വൈഷ്ണവരുടെയും ഹരി, ഗുരു, വൈഷ്ണവ, ഈ 3 കാര്യം പറയും അല്ലെ? ഹരി ഭഗവാൻ, ഗുരു ഗുരുക്കന്മാര്, വൈഷ്ണവര്, ഇത്രയും പേരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഇതൊക്കെ കഴിയുന്നത്. അപ്പൊ അല്ലാണ്ട് ഞാൻ കുറെ 10 ശ്ലോകം പഠിച്ചു കാണാതെ വെച്ചു, എനിക്ക് ഇത്രയും ശ്ലോകം അറിയാം, ഇനി എന്നെ കവിഞ്ഞ ആരുമില്ല, എനിക്ക് എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അഹംഭാവം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് വൈഷ്ണവരില് പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ രുക്മിണി ദേവിക്ക് തന്നെ എത്രത്തോളം എന്താ പറയാ, രാജകുമാരിയാണ്. പക്ഷെ ഭഗവാനെ അപ്പോഴും ആ ഒരു ഇത് കേട്ടതേ ഉള്ളൂ, അപ്പോഴും ആകർഷണീയത തോന്നുന്നു. അതെന്തുകൊണ്ടാ? ഞാൻ രാജകുമാരിയാണ്, ഞാൻ രാജാവിനെ വിവാഹം കഴിച്ച്
വഴിയും ഗോപാലനായിട്ടുള്ള കൃഷ്ണൻ അല്ല എന്നെ വിവാഹം കഴിക്കേണ്ടതെന്ന് ചിന്തിച്ചാല് ഭഗവാൻ ഗോപാലനാണ് അല്ലേ? പിന്നീടാണ് ദ്വാരകയിലൊക്കെ വരുന്നത്, മധുരയിൽ വരികയും കംസവധം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീടാണ്. അപ്പോ നമ്മളിപ്പോ ഒരു വിവാഹം നടത്തുമ്പോൾ എന്ത് നോക്കും? ആദ്യമുള്ള ഹിസ്റ്ററി നോക്കും. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഹിസ്റ്ററി നോക്കും, വംശപാരമ്പര്യം നോക്കും, എവിടെ വളർന്നു, എങ്ങനെ വളർന്നു ഒക്കെ നോക്കും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ഗോപാലനല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജകുമാരി അതിന് തയ്യാറാവും? ഇല്ലല്ലോ. അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കാവോ? ഹരികൃഷ്ണ കേൾക്കാൻ കേൾക്കാം. പറ്റുന്നുണ്ടോ മാതാജി?